തിരുവാതിരക്കളിയും മഹാബലിയും മധുര വിതരണവുമൊക്കെയായി ട്രെയിനിൽ ഓണാഘോഷം ഗംഭീരമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം യാത്രക്കാർ. തുടക്കം മുതൽ അവസാനം വരെ എല്ലാ യാത്രക്കാരും ആ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഔദ്യോഗിക സംഘാടകരും നേതൃത്വവും ഒന്നും ഇല്ലാതെയാണ് പാലക്കാട് കോയമ്പത്തൂർ ട്രെയിനിൽ ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി നടന്നത്. രാവിലെ 7-ന് ടൗൺ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിനിൽ സ്ഥിരം യാത്രക്കാരാണ് ആഘോഷമൊരുക്കിയത്. ട്രെയിൻ പുറപ്പെടും മുൻപ് രാവിലെ 7-ന് ട്രെയിനിൽ പൂക്കളമൊരുക്കി. യാത്രക്കാരെ തിരുവാതിരക്കളിയുടെ അകമ്പടിയോടെ മഹാബലി സ്വീകരിച്ചു. 7:15-ന് ട്രെയിൻ പുറപ്പെട്ട ശേഷം മുഴുവൻ കോച്ചുകളിലും യാത്രക്കാർക്കടുത്തെത്തി ഓണാശംസകൾ നേർന്ന് മധുരവും നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. 15-അംഗ വനിതാ സംഘം തിരുവാതിരക്കളിയൊരുക്കി. മധുക്കര മുതൽ കോയമ്പത്തൂർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഓഫീസുകളിലെയും ജീവനക്കാരും തൊഴിലാളികളും ആഘോഷത്തിൽ അണിചേർന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി. ദിവസം ഏതാണ്ട് 1500 പേരാണ് പാലക്കാട്ട് നിന്നും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. മുൻപും യാത്രക്കാർ ഈ ട്രെയിനിൽ ഓണം ആഘോഷിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് റെയിൽവേയും ഒക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഡിവിഷൻ വിഭജനത്തിൽ പാലക്കാടിന് വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ നഷ്ടമാകുന്നു എന്ന വാർത്തയായിരുന്നു. ആ പ്രതിഷേധം നാളെ നടക്കാനിരിക്കുകയാണ്. അതായത് കേരളത്തിലെ എംപിമാർ തിരുവോണ ദിവസത്തിൽ നിരാഹാരം ഇരുന്നു കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിഷേധം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. പക്ഷേ അതിനിടയിലും ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ, അവർ ഒരു കുടുംബാംഗങ്ങളെ പോലെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് ട്രെയിനകത്ത് അങ്ങനെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സ്ഥിരമായി യാത്ര ചെയ്യുന്ന നിരവധിയായ ആളുകളുണ്ട്. അവരുടെ സംഘമാണ് ഇത്തരത്തിൽ ഓണം ആഘോഷിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.